തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ജനുവരി 14 മകരസംക്രാന്തി സന്ധ്യയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് വർണ്ണശോഭകൾ പൊയ്തിറങ്ങുകയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര മുന്നിലെ കിഴക്കേ നട. പത്മതീർത്ഥക്കുളവും കിഴക്കേ നടയും അക്ഷരാർത്ഥത്തിൽ ദീപങ്ങൾ കൊണ്ടും ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊണ്ടും നിറഞ്ഞിരുന്നു. വർണ്ണശോഭ പൊയ്തിറങ്ങുകയായിരുന്നു ഈ മകര സംക്രാന്തി സന്ധ്യാ ദിനത്തിൽ. കിഴക്കേക്കോട്ട നിന്ന് ഉള്ള കാഴ്ചയാണിത്. കിഴക്കേക്കോട്ടയ്ക്കകത്തുകൂടി നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദീപാലങ്കൃതമായ ആ ഗോപുരം കാണാൻ കഴിയും. കിഴക്കേക്കോട്ട വർണ്ണവൈവിധ്യത്താൽ തിളങ്ങുകയാണിപ്പോൾ. വർണ്ണശോഭ കൊയ്തിറങ്ങിയ സന്ധ്യാനേരം, മകര സംക്രാന്തി സന്ധ്യ, നിറങ്ങൾ കൊണ്ട് ചാലിച്ച സന്ധ്യാദിനമായിരുന്നു നവംബർ 14 2026 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ. ഈ വർണ്ണങ്ങൾ പൊയ്തിറങ്ങുന്നത്, ഈ വർണ്ണക്കാഴ്ച കാണാൻ, ഈ ലക്ഷദ്വീപങ്ങൾ തെളിഞ്ഞ് മിന്നി കത്തുന്നത് കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടിയത്. 6 വർഷം കൂടുമ്പോൾ നടത്തുന്ന മുറജപത്തിൻ്റെ സമാപനമായിട്ടാണ് മകര ശിവേലിയിൽ ദേശനാഥൻ തങ്ക ഗരുഡ വാഹനങ്ങളിൽ എഴുന്നള്ളുന്ന ഈ ചടങ്ങ് ഇവിടെ നടന്നത്. പുറത്ത് ദീപങ്ങൾ ഇങ്ങനെ മിന്നി തെളിയുമ്പോൾ അകത്ത് മതിലകത്ത് തിങ്ങി നിറഞ്ഞ ഭക്തർ ഈ എഴുന്നള്ളത്തിനെ താണു വണങ്ങി മനമുരുകി പ്രാർത്ഥിച്ചു. മാർത്താണ്ഡവർമ്മയിൽ തുടങ്ങി 275 വർഷം പിന്നിട്ട മഹനീയമായ 47-ാം ലക്ഷദ്വീപത്തിന് ഭക്തി നിർവൃതിയായിരുന്നു ഈ ദിവസങ്ങൾ. അതിൻ്റെ സമാപനമാണ്, അതായത് 47-ാമത്തെ ശിവേലി ലക്ഷദ്വീപ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. വിളക്കുകളുടെ പ്രഭാപൂരത്തിൽ പത്മതീർത്ഥ കുളത്തിൻ്റെ കര ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. സ്ഥലജലഭ്രമം സൃഷ്ടിച്ച് വിളക്കുകളുടെ പ്രതിഫലനം ഭക്തർക്ക് നയനാഭിരാമമായി മാറി. ശിവേലിപ്പുരയും പുറത്തെ മണൽ പരപ്പുമൊക്കെ വർണ്ണ പ്രപഞ്ചമായി മാറി എന്ന് പറയാം. മുറജപം തുടങ്ങിയിട്ട് 56 ദിവസം കഴിയുന്നു. 56 ദിവസം മുഴങ്ങിയ വേദമന്ത്രജപഘോഷത്തിന് പരിസമാപ്തിയായിട്ടാണ് ലക്ഷദ്വീപ തെളിഞ്ഞത്. കഴിഞ്ഞ വർഷം 2025 നവംബർ 20 മുറജപം ആരംഭിച്ചത്. 8 ദിവസം കൂടുന്ന 7 മുറകളിലായി മുറജപം നടന്നു. വേദങ്ങൾ, സഹസ്രനാമം എന്നിവ ക്ഷേത്രത്തിനുള്ളിൽ എന്നും രാവിലെ വൈദികർ ഉരുവിട്ടു. വൈകിട്ട് പത്മതീർത്ഥക്കുളത്തിൽ
ജലജപം ഉണ്ടായിരുന്നു എല്ലാ ദിവസങ്ങളിലും. അവയുടെ സമാപ്തിയായിട്ടാണ് ഈ ലക്ഷദ്വീപം തെളിഞ്ഞ് ഇവിടെ നമ്മൾ കണ്ടത്. മകരം 1-നാണ് ഉത്തരായന കാലവും മകരസംക്രാന്തിയും തുടങ്ങുന്നത്. ഇക്കുറി മകരം പിറക്കുന്നത് 15-നാണെങ്കിലും 14-നാണ് ലക്ഷദ്വീപം എത്തിയതും ലക്ഷദ്വീപ കാഴ്ച ഇവിടെ ഒരുക്കിയത്. ഇനി 2031 നവംബറിൽ മാത്രമേ ഇത്തരത്തിലൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയൂ. അടുത്ത മുറജപം ആ ദിവസങ്ങളിലാണ് ആരംഭിക്കുന്നത്. 2032 ജനുവരി മധ്യത്തിലും മകരസംക്രാന്തിയിൽ അടുത്ത ലക്ഷദ്വീപം നടക്കും. പത്മതീർത്ഥക്കര ദീപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുരാതന തിരുവിതാംകൂർ രാജ്യത്തിന് 6 വർഷത്തിലൊരിക്കൽ ശ്രീപത്മനാഭസ്വാമി പ്രീതിക്കായി നടത്തി വന്നിരുന്ന ഒരു യാഗമാണ് മുറജപം. ഇതിൻ്റെ ആരംഭം കുറിച്ചത് ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. രാജ്യഭരണത്തിൽ നീതി നടപ്പിലാക്കുമ്പോഴും യുദ്ധക്കളങ്ങളിലും രാജ്യ വിസ്തീർണം കൂട്ടേണ്ടി വരുമ്പോഴും മറ്റും മനഃപൂർവമല്ലാതെ ഉണ്ടാക്കപ്പെടുന്ന പാപങ്ങളുടെ പരിഹാരക്രിയ എന്ന നിലയിലാണ് മുറജപം നടത്തിയിരുന്നത്. ഇതിൻ്റെ കാർമ്മികത്വത്തിലേക്കായി കേരളത്തിലെ പ്രശസ്തരായ വേദ പാണ്ഡിത്യമുള്ള പുരോഹിതന്മാർ, അവരെ ഓത്ത് നടത്തുന്നവർ എന്ന് വെച്ചാൽ ഓത്തന്മാർ എന്നാണ് വിളിച്ചിരുന്നത്, അങ്ങനെ ഓത്ത് വരാൻ വേണ്ടി എത്തുചേർന്നു. 56 ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം സഹസ്രനാമങ്ങളും ജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഖരിതമായിരിക്കും ആ ദിനങ്ങൾ. ഇപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ തിരിവിളക്കുകൾ, എണ്ണത്തിരി വിളക്കുകൾ നിറയെ കത്തി പ്രഭ ചൊരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കിഴക്കേ നടയിൽ നിറയെ എണ്ണത്തിരികൾ, നിലവിളക്കിൽ കൊളുത്തിയ എണ്ണത്തിരികൾ ധാരാളമായി നിറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപങ്ങൾ, 10,000-ലധികം വിളക്കുകൾ, 10,001 വിളക്കുകളാണ് ഇവിടെ ഒരുക്കിയത് എന്നാണ് സംഘാടകർ പറയുന്നത്. അത്രമാത്രം ദീപപ്രഭയാണ്. വൈദ്യുത ദീപങ്ങൾക്കാളും മിന്നിത്തിളങ്ങുന്ന ഈ എണ്ണവിളക്കുകൾ ക്ഷേത്രത്തിലെ ഭക്തിയുടെയും ആരാധനയുടെയും പ്രതീകമായി നമ്മുടെ മുന്നിൽ ആവേശമായി നിറയുന്നുണ്ട്. മുറജപം നടക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും ധാരാളം മത പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓത്ത് നടത്തുന്നവർ, ഓത്തന്മാർ ജപം വീക്ഷിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും വേണ്ടി വരാറുണ്ട്. ഇവിടെ മുറജപ പര്യവസാന ഘട്ടത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് എഴുന്നള്ളി ശ്രീപത്മനാഭസ്വാമിക്ക് ഒരു ആനയെ നടക്കിയിരുത്തുന്ന ചടങ്ങും പണ്ട് ഭരണകാലത്ത് ഉണ്ടായിരുന്നു. രാജാവിൻ്റെ ഭരണകാലത്ത് അവസാനമായി മുറജപം നടന്നത് 1936-ലാണ്.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഘോഷ സമിതിയാണ് ക്ഷേത്രത്തിന് പുറത്തെ ഈ ലക്ഷദ്വീപ കാഴ്ച ഒരുക്കിയത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ പടിക്കെട്ട് മുതൽ, നമ്മൾ ഈ കാണുന്ന ഈ പടിക്കെട്ട് മുതൽ കിഴക്കേക്കോട്ട വരെ ഈ ആഘോഷ സമിതിയാണ് 10,001 നിലവിളക്കുകളിലും മൺചിരാതുകളിലുമായി ദീപങ്ങൾ തെളിയിച്ചതും അത് സംഘടിപ്പിച്ചതും. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടി 1744 ജൂലൈ 5 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങി വെച്ചതാണ് ഈ ചടങ്ങ്, അതായത് മുറജപം എന്ന ചടങ്ങ്. മുറജപത്തിലെ ചടങ്ങുകൾ വളരെ വ്യത്യസ്തമായിരുന്നു. തുടക്കകാലം മുതൽ തന്നെ വേദജപം, മന്ത്രജപം, സഹസ്രനാമജപം, ജലജപം എന്നിങ്ങനെയുള്ള ഉപാസനകളാണ് മുറ പോലെ നടന്നിരുന്നത്. അതുകൊണ്ടാണ് ചടങ്ങിനെ മുറജപം എന്ന് തന്നെ പറഞ്ഞിരുന്നത്. എല്ലാം മുറയായി തന്നെ കൃത്യമായി നടന്നിരുന്നു എന്നതുകൊണ്ട് മുറജപം എന്ന പേരും വന്നു. മുറജപത്തിനായി വൈദികർ ഒത്തുകൂടുന്നതിനാൽ അവിടെ വച്ച് സാമുദായികമായി ഉണ്ടായിട്ടുള്ള തർക്ക വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും തമ്പ്രാക്കളുടെ നേതൃത്വത്തിൽ തീർപ്പുണ്ടാക്കുകയും തമ്പ്രാക്കളുടെ വിധിയാണ് അന്തിമമായി നടപ്പാക്കുന്നതെന്ന ഒരു കാലഘട്ടവും അന്ന് അതിൻ്റെ ഒരു ചരിത്രമായി നിലനിൽക്കുന്നു. തെക്കൻ മലബാറിലെ വൈദിക ബ്രാഹ്മണരാണ് പ്രധാനമായും മുറജപത്തിൽ പങ്കെടുത്തിരുന്നത്. മുറജപത്തിനായി രാജാവ് ക്ഷണക്കത്ത്, അത് അന്ന് പണ്ടതിനെ നീട്ട് എന്നാണ് പറഞ്ഞത്, രാജാവ് നീട്ട് അയക്കുന്നു, അതായത് ക്ഷണക്കത്ത് അയക്കുന്നു. തിരുനോവായ തൃശ്ശൂർ യാഗങ്ങളിലെ വാദ്യാന്മാർക്ക് തൈക്കാട്, ചെറുമുക്ക്, കൈമുക്ക് മുതലായ വൈദികർക്കും തെക്കേടത്ത് ഭട്ടതിരിക്കും ആണ് രാജാവിൻ്റെ പ്രതിനിധി നേരിട്ട് പോയി ഈ നീട്ട് അല്ലെങ്കിൽ ഈ ക്ഷണക്കത്ത് നൽകുന്നത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും ഈ ചടങ്ങിൽ സംബന്ധിക്കുമായിരുന്നു. അതാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന മുറജപം പുതിയ തലമുറയ്ക്കും ഒരുപക്ഷെ ഇതൊന്നും താല്പര്യമില്ലാതിരുന്ന കുറേ ആൾക്കാർക്കും വളരെ ആവേശമായി. ജനങ്ങൾ കൂടുതൽ ഭക്തിയിലേക്കും ക്ഷേത്ര ചടങ്ങുകളിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ചില നേർസാക്ഷ്യങ്ങളാണ് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ലക്ഷദ്വീപ കാഴ്ച കാണാനായി എത്തിയ 10,000ങ്ങളുടെ ഈ വരവ് നമ്മളെ കാണിച്ചു തരുന്നത്. പത്മതീർത്ഥ കുളക്കരയിലെ ഡിജിറ്റൽ പ്രകാശ വിന്യാസവും അതിൻ്റെ കുളത്തിലെ ജലത്തിലെ പ്രതിഫലനവുമാണ് നമ്മൾ കാണുന്നത്. എത്ര മനോഹരമാണ് ഈ കാഴ്ച! അത് നേരിട്ട് കാണാൻ കഴിയുക എന്നത് അതിനേക്കാളും വലിയ ഭാഗ്യം തന്നെയാണ്.
ഇനി 6 വർഷം കാത്തിരിക്കണം ഇത്തരത്തിലൊരു കാഴ്ച കണ്ണുകൊണ്ട് കാണാൻ. തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനമായ, തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ, ശക്തിയായ, ഊർജമായ ശ്രീ പത്മനാഭസ്വാമിയുടെ നടയിൽ കാണാൻ. ഇനി 2031 നവംബർ മാസത്തിലാണ് അടുത്ത മുറജപം നടക്കുന്നത്. 2032 ജനുവരി 14 ദിവസങ്ങൾ സംക്രാന്തിയിൽ, അത് ഈ മകരസംക്രാന്തിയിൽ അടുത്ത ലക്ഷദ്വീപവും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അടുത്ത ഇത്തരം കാഴ്ച കാണാൻ വേണ്ടിയിട്ട് 6 വർഷത്തേക്ക് കാത്തിരിക്കാം.